നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സമൂഹ ജീവിതം എന്നത് വ്യക്തികളുടെ വിശുദ്ധീകരണത്തിനായുള്ള വേദിയാണെന്ന് ലയോ 14 പാപ്പ അമേരിക്കൻ ഐക്യനാടുകളിലെ കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് ഓഫ് മെൻ അരിസോണിലെ ഫിനിക്സിൽ നടന്ന 70ാമത് നാഷണൽ അസംബ്ലിയോട് അനുബന്ധിച്ച് പാപ്പ അയച്ച സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കയിലെ കത്തോലിക്ക സന്യാസി സഭകളുടെ ആശ്രമങ്ങളുടെയും പുരുഷ നേതൃത്വത്തെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ ദേശീയ സംഘടനയാണ് CMSM. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി സംഘടനയ്ക്ക് ലഭിച്ച ദൈവിക കൃപകൾക്ക് നന്ദി അർപ്പിച്ച പാപ്പ സഭകൾ തമ്മിലുള്ള തുറന്ന സംഭാഷണങ്ങൾക്ക് വേദി ഒരുക്കുന്നതിനും സമർപ്പിതരുടെ പരസ്യ സാക്ഷ്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സംഘടന നടത്തുന്ന ശ്രമങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചു. ലയോ 14 മാർപ്പാപ്പയുടെ സമാധാന സന്ദേശങ്ങൾ കോർത്തിണക്കി വത്തിക്കാന്റെ പുതിയ പുസ്തകം. ലയോ 14 പാപ്പ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം സമാധാനത്തെക്കുറിച്ച് നടത്തിയ പ്രഭാഷണങ്ങളും സന്ദേശങ്ങളുമാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആയുധരഹിതവും നിരായുധീകരിക്കുന്നതും സമാധാനം ഒരു ദാനമാണ് എന്നതാണ് പുസ്തകത്തിന്റെ പേര്. സാങ്കേതിക ആയുധ രംഗങ്ങളിൽ വലിയ നേട്ടങ്ങൾ കൈവന്നു എന്ന് അഭിമാനിക്കുന്ന ഈ കാലത്തും ആയുധങ്ങളല്ല നിരായുധീകരണമാണ് സമാധാനം സൃഷ്ടിക്കുന്നത് എന്ന സന്ദേശമാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ഉദ്ധിതനായി ക്രിസ്തു നൽകുന്ന സമാധാന ആശംസയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പുസ്തകത്തിന്റെ ആമുഖം. വത്തിക്കാൻ പ്രസിദ്ധീകരണശാലയാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. സിറിയൻ നഗരമായ ആലപ്പോയിലെ വിദ്യാഭ്യാസ സാമൂഹിക കാരുണ്യ മേഖലകളിൽ 1 നൂറ്റാണ്ടിലേറെയായി സജീവമായിരുന്ന ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി സന്യാസിനികൾ തങ്ങളുടെ സേവനം അവസാനിപ്പിക്കുന്നു. 112 വർഷത്തെ ദീർഘമായ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് സിസ്റ്റേഴ്സ് കോൺവെന്റ് അടച്ച് നഗരത്തോട് യാത്ര പറയുന്നത്. ഇതോടെ ആലപ്പോയുടെ സാമൂഹിക ചരിത്രത്തിലെ സുപ്രധാന അധ്യായത്തിനാണ് വിരാമമാകുന്നത്. സഭയുടെ ചട്ടങ്ങൾ അനുസരിച്ച് ഒരു കമ്മ്യൂണിറ്റിയിൽ കുറഞ്ഞത് 4 സന്യാസിനികളെങ്കിലും ഉണ്ടായിരിക്കണം. എണ്ണത്തിൽ കുറവുണ്ടായതാണ് പെട്ടെന്നുള്ള ഈ തീരുമാനത്തിന് കാരണമായതെന്ന് സന്യാസിനികൾ വ്യക്തമാക്കി. വർഷങ്ങളായി ആലപ്പോയിലെ ജനങ്ങൾക്ക് നൽകിയ മാനുഷികവും വിദ്യാഭ്യാസപരമായ പിന്തുണയ്ക്ക് നന്ദിയോടെയാണ് പ്രാദേശിക സമൂഹം സിസ്റ്റേഴ്സിന് യാത്രയാക്കുന്നത്. ചൈനയിലെ ഇന്നർ മംഗോളിയ പ്രവിശ്യയിലുള്ള ചിഫങ് രൂപതയുടെ പുതിയ മെത്രാനായി ബിഷപ്പ് ജോസഫ് ചാങ് യങ്ഫെങ് അഭിഷിക്തനായി. ജൂലൈ 22 ബുധനാഴ്ചയായിരുന്നു മെത്രാഭിഷേക ചടങ്ങുകൾ നടന്നത്. പരിശുദ്ധ സിംഹാസനവും ചൈനീസ് സർക്കാരും തമ്മിലുള്ള താൽക്കാലിക കരാറിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 15-നാണ് ലയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തെ പുതിയ മെത്രാനായി നിയമിച്ചത്. വത്തിക്കാനും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലും താൽക്കാലിക കരാറിന്റെ നിർവഹണത്തിലും സുപ്രധാനമായ മറ്റൊരു ചുവടുവയ്പ്പാണ് ഈ പുതിയ മെത്രാഭിഷേകം. ലോകമെമ്പാടും വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയോത്രോ പരോളിൻ സംഘർഷ മേഖലകളിലെയും ആഗോള സമൂഹത്തിന്റെയും സുസ്ഥിരമായ നന്മയ്ക്കായി ഇറാനും ഗാസയുമായുള്ള നയതന്ത്ര ചർച്ചകൾ അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന് കർദിനാൾ ആഹ്വാനം ചെയ്തു. റോമിൽ സംഘടിപ്പിച്ച ഒരു പുസ്തക പ്രകാശന ചടങ്ങിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധങ്ങളിലൂടെയോ ആയുധബലത്തിലൂടെയോ ശാശ്വത സമാധാനം കൈവരിക്കാനാകില്ലെന്നും മറിച്ച് തുറന്ന സംഭാഷണങ്ങളാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യമെന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചു. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാനപരമായ ഒരു പരിഹാരം ഇപ്പോഴും അകലെയാണെന്നത് വസ്തുതയാണെങ്കിലും അനുരഞ്ജനത്തിനായി വത്തിക്കാനും കത്തോലിക്ക സഭയും നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.